എന്റെ കയ്യിൽ എത്ര പാൽസ്പിയർ ഉണ്ട്? എന്റെ കയ്യിൽ ഒരു പാൽസ്പിയർ പോലും ഇല്ല. ഇന്ന് എനിക്ക് 5 ഡിഫറെന്റ് പാൽസിനെ പിടിക്കണ്ട. എന്നിട്ട് എന്റെ കയ്യിൽ ഒരു പാൽസ്പിയർ പോലും ഇല്ല. നേരെ കാണുന്ന ടേബിൾ കണ്ടോ, അതെന്റെ ക്രാഫ്റ്റിംഗ് ടേബിൾ. അവിടെ ചെന്നിട്ട് കുറച്ച് പാൽസ്പിയർ ഉണ്ടാക്കാം. 5 ഡിഫറെന്റ് പാൽസിനെ എനിക്ക് പിടിക്കേണ്ടത്. സോ ഇതിൻ്റെ അകത്ത് ചെന്നിട്ട് ഇവിടെ പാൽസ്പിയർ ഉണ്ടാക്കാൻ പാലാഡിയം ഫ്രാഗ്മെന്റ് എന്ന് പറയുന്ന സാധനം വേണം. അതും എന്റെ ഇല്ല. പിന്നെ സ്റ്റോണും ഇല്ല. ഈ 2 സാധനം വേണമല്ലോ. പാൽഡിയം ഫ്രാഗ്മെന്റ് സ്റ്റോണും വേണം. കുറച്ചെണ്ണം കളക്ട് ചെയ്യുക. ഇവിടെ പാൽഡിയം ഫ്രാഗ്മെന്റ് എവിടെ ഉണ്ടാവുക? പാൽഡിയം ഫ്രാഗ്മെന്റ് ഒരിടത്തും കാണാനില്ല. അത് ആ നീല കളറിൽ മിനി കത്തുന്ന സാധനം കണ്ടോ, അതാണ് പാൽഡിയം ഫ്രാഗ്മെന്റ്. അതെനിക്കിപ്പോ കളക്ട് ചെയ്യണം. അങ്ങോട്ടോ. പിന്നെ വേണ്ടത് നോർമൽ സ്റ്റോൺസാ. പക്ഷെ ഈ പാൽഡിയം ഫ്രാഗ്മെന്റ് ആണ് മെയിൻ ഐറ്റം ഈ പാൽസ്പിയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇതാ കറ്റൈവ. ഓക്കെ. ഈ പാൽ എന്തെങ്കിലും ഉണ്ട്. എനിക്ക് 5 ഡിഫറെന്റ് ആയിട്ടുള്ളതിനെ പിടിക്കേണ്ട. ഏതെങ്കിലും 5 ഡിഫറെന്റ് ആയിട്ടുള്ള പാൽസിനെ പിടിക്കണം. ഇത് പൊട്ടിച്ചെടുക്ക. ഓക്കെ, ഈ സാധനം വെച്ച് പൊട്ടു. ഇത് പൊട്ടുന്ന തോന്നുന്നു. എനിക്ക് കുറച്ച് കല്ല് എന്തായാലും വേണം. കുറെ പാൽസ്പിയർ ഉണ്ടാക്കണ്ട. ഇന്ന് 5 പിടിക്കേണ്ടതല്ലേ. സോ ഓക്കെ, പാൽഡിയം ഫ്രാഗ്മെന്റ് 1 കിട്ടി. സൈഡിൽ തന്നാണ്ട പാൽഡിയം ഫ്രാഗ്മെന്റ് 1 കിട്ടി എനിക്ക്. പൊട്ടിക്ക്. ബൈ. പവർ കഴിഞ്ഞ്. പൊട്ടി. ഇത് മൈനിങ്ങിന്റെ വെപ്പൺ തന്നെയാണ്. പക്ഷെ എന്താണെന്നറിയില്ല, മല്ലയാണ് കിട്ടുന്നത്. ഭയങ്കര മല്ല ഈ വെപ്പൺ കിട്ടുന്നത്. എനിക്ക് കുറച്ചെണ്ണം കൂടിയും വേണം. രണ്ട് ഫ്രാഗ്മെന്റും കൂടിയും വേണം. 2 ഫ്രാഗ്മെന്റും കൂടി. കം ഓൺ, 2 ഫ്രാഗ്മെന്റ്. ജസ്റ്റ് 2 ഫ്രാഗ്മെന്റ്. ഓൾ റൈറ്റ്. ഒന്നും കൂടിയും കിട്ടി. ഓക്കെ. ഇനി വേണ്ടതെന്ന് പറഞ്ഞാൽ സ്റ്റോൺ, നോർമൽ സ്റ്റോൺ. ആ കാണുന്ന വില്ല് സ്റ്റോണിൽ നിന്ന് എനിക്ക് നോർമൽ ആയിട്ടുള്ള ഈ സ്റ്റോൺ കളക്ട് ചെയ്യാൻ പറ്റും. ഈ വില്ല് സ്റ്റോണിൽ നിന്ന്. വെയിറ്റ്, കം ഓൺ. ഇനി ഇതിന്ന് സ്റ്റോൺ എടുക്കണം. ഇത് ഒട്ട് കിട്ടുന്നില്ലടാ. കല്ല് കിട്ടുന്നില്ല. എനിക്ക് കല്ല് കുറെ വേണം. ഞാൻ കുറച്ച് കല്ല് കളക്ട് ചെയ്യട്ടെ വേഗം. ഓൾ റൈറ്റ്, എന്റെ കുറെ കല്ല് കിട്ടി. ഇപ്പൊ ടോട്ടല് 10 കല്ലും 8 പാൽഡിയം ഫ്രാഗ്മെന്റും ഉണ്ട്. ഇവിടെ ഒരു പാല്. ലംബാൽ. അറിയാതെ അടിച്ച. സോറി. അറ്റാക്ക് ചെയ്യല്ലേ. മോനടി, ഇവന് വേറെ ലെവല് പവർ ആട്ടോ. കറങ്ങിയിട്ട് തല ഇറങ്ങുന്ന. വെയിറ്റ്. എന്നെ അറ്റാക്ക് ചെയ്യല്ലേ. ബ്രോ. ഓക്കെ, എടാ അവൻ ഇപ്പൊ അറ്റാക്ക് ചെയ്യണ്ട. അവനെ എണീച്ച് എന്നെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നെ വെറുതെ അറ്റാക്ക് ചെയ്തോണ്ടിരിക്കുക. ഇപ്പൊ എടുക്കണ്ട. ഇവനെ കൊന്നു കഴിഞ്ഞാൽ എനിക്ക് ഇവനെ പിടിക്കാൻ പറ്റൂല. അതുകൊണ്ട് ഇവനെ ഇപ്പൊ പിടിക്കാൻ വേണ്ടിട്ട് പാൽസ്പിയർ ഉണ്ടാക്കാം. നേരെ പോയിട്ട് പാൽസ്പിയർ ഉണ്ടാക്കിയിട്ട് ഇവനെ പിടിക്കാം. ഫസ്റ്റ് ഞാൻ 5 ഡിഫറെന്റ് പാൽസിനെ പിടിക്കുന്ന പറഞ്ഞ ഫസ്റ്റ് തന്നെ ലംബാലിനെ പിടിക്കാം. ലംബാലിനെ. എനിക്കിപ്പോ നേരെ ടേബിളിന്റെ അവിടെ പോകണം. ഈ കാണുന്ന എന്റെ ഒരു തട്ടിക്കൂട്ടി ഞാൻ പണിത് വെച്ചേക്കുന്ന വീട്. ആൻഡ് അവിടെ എന്റെ ടേബിൾ ഉണ്ട്. ആ കാണുന്ന ടേബിള്. എടേ, ഇവിടെ വേറൊരാൾ ഇപ്പൊ ഞാൻ കണ്ടേ. ഒരാളെ കണ്ടില്ല ഇവിടെ നടക്കുന്ന ബാഗും വെച്ചിട്ട്. അയാളേതാ അറിയില്ല. എന്തായാലും ടേബിളിൽ നിന്ന് പാൽസ്പിയർ ഉണ്ടാക്കാം. ഓൾ റൈറ്റ്, പാൽസ്പിയർ എനിക്കിപ്പോ എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റും നോക്കട്ടെ. 1 2. ഓക്കെ, ഇപ്പൊ 2 എണ്ണം ഉണ്ടാക്കാൻ പറ്റും. ഞാൻ എന്തായാലും ഈ പാൽസ്പിയേഴ്സും കുറച്ചധികം പാൽസ്പിയേഴ്സും സെറ്റ് ചെയ്യട്ടെ. ലെറ്റ്സ് ഗോ. ഓൾ റൈറ്റ്, എന്റെ കുറച്ച് പാൽസ് ഇപ്പൊ ഞാൻ എടുത്താക്കി വെച്ചിട്ടുണ്ട്. ടോട്ടൽ എത്ര എണ്ണം ഉണ്ട് നോക്കട്ടെ. ടോട്ടൽ 16 പാൽസ്പിയർ ഉണ്ട്. പക്ഷെ എനിക്ക് പിടിക്കേണ്ടത് 5 ഡിഫറെന്റ് പാൽസിനെയാണ്. 16 വെച്ചാവുമെന്ന് അറിയില്ല. പക്ഷെ ഇന്ന് ട്രൈ ചെയ്യാം. എന്തായാലും അവിടെ ഫസ്റ്റ് ആ ചിക്കനെ പിടിക്കുക. ആ ഫസ്റ്റ് ആയിട്ട് ചിക്കൻ ഇല്ലേ നേരത്തെ. ചിക്കനാണ് ലാമ്പായിരുന്നു. ലംബാല്. അതിന് പിടിക്കാം ഫസ്റ്റ്. അത് അവിടെ തന്നെ ഉണ്ടാവണേ. ഞാൻ കുറച്ച് ടൈം എടുത്ത് 16 ഉണ്ടാക്കിയപ്പോ അത് ഇവിടുന്ന് പോയോ ഇല്ല. ഇവിടെ കുറെ കറ്റൈവ ഉണ്ട്. ഈ കറ്റൈവിനെ പിടിക്കണ. ഈ കറ്റൈവിനെ പിടിക്കുക. കാരണം ഇവിടെ ലംബാലിനെ കാണുന്നില്ല. കറ്റൈവ കുറച്ചുകൂടെ പവർഫുൾ ആയ ഒരു പാല. അപ്പൊ അതിനെ പിടിക്കാൻ കിട്ടുമെന്ന് അറിയില്ല. എടേ, ഓടിപ്പോലെ. നിന്നെ പിടിക്കും. വെയിറ്റ്, ഇവനെ പിടിക്കും. അവസാനം തന്നെ കിട്ടി. കം ഓൺ. ഓക്കെ, നീ തീർന്നു. വെയിറ്റ്, അവര് ഫസ്റ്റ് അടുത്തോട്ട് പോകുമ്പോ ഓടിപ്പോവും ഷൈ ആയിട്ട്. പക്ഷെ ഒരു വട്ടം അറ്റാക്ക് ചെയ്താൽ പിന്നെ പുറകിന്ന് പോവില്ല. കണ്ട അവര് ഗ്യാങ് ആയിട്ടേ വരുന്നേ. എനിക്ക് ഒരെണ്ണത്തെ പിടിച്ചാൽ മതി. എന്തായാലും എന്റെ ഇപ്പൊ ഉള്ള ഒരു പാലിനെ ഞാൻ ഇറക്കാം. എന്റെ ഇപ്പൊ ഉള്ള ഒരു പാൽ എന്ന് പറഞ്ഞാൽ നല്ല ഒരെണ്ണത്തെ നോക്കിയിട്ട് ഇറക്കാം. ഇതാ ഡേ ഡ്രീം എന്ന് പറയുന്ന പാലിനെ ഇറക്കുക. കമോൺ ഡേ ഡ്രീം. അറ്റാക്ക്. വെയിറ്റ്, ഞാനും ഒരു അറ്റാക്ക് കൊടുക്കും. അറ്റാക്ക്. ഓക്കെ, ഒരുത്തൻ ചെത്തു. ഇതെന്താ എടാ. അവനെ ഞാൻ തിരിച്ചു വിളിച്ചു. എന്റെ പാലിനെ ഞാൻ തിരിച്ചു വിളിച്ചു. ഇവനെ ഞാൻ തന്നെ കൊടുക്കും. ഒരെണ്ണത്തെ നോക്കാക്കിയല്ലോ. ഇനിയിപ്പോ പണീസോ. ബോൾ എറിയാറായിട്ടില്ല. കുറച്ചുള്ള ലൈഫുകളെ. ഓൾ റൈറ്റ്, കറ്റൈവിനെ പിടിക്കാം. ഇവന് എന്ത് അറ്റാക്കിങ് ആണ്. എനിക്ക് ഇവനെ വേണം. കം ഓൺ. 3 2. ഓക്കെ, 99% ചാൻസ് ഇവന് കിട്ടും. 99%. ഓൾ റൈറ്റ്, നമ്മൾ ഫസ്റ്റത്തെ പാലിനെ പിടിച്ചു. കറ്റൈവ ഞാൻ കാണിച്ചുതരാം. കറ്റൈവ ഇവനെ എനിക്ക് കിട്ടി. കറ്റൈവ ഇവനെ ഇനി യൂസ് ചെയ്യാം അടുത്തതിനെ പിടിക്കാൻ വേണ്ടിട്ട്. ഇനി എനിക്ക് വേണ്ടത് നെക്സ്റ്റ് 4 എണ്ണം. ആൻഡ് വെയിറ്റ്, അന്ത താഴെ ഒരു സൗണ്ട് കേൾക്കുന്നേ. താഴെ ഏതോ വെറൈറ്റി പാലുണ്ടെന്ന് തോന്നുന്നു. സൗണ്ട് കേൾക്കാ. വെയിറ്റ്, കാട്ടിന്റെ ഇടക്ക് എവിടുന്നോ ആ സൗണ്ട് കേൾക്കുന്നത്. എനിക്ക് എവിടെയാന്ന് മനസ്സിലാവുന്നില്ല.
താഴോട്ട് ചാടി നോക്കാം. ഓക്കെ, അവിടെ ഒരു ചിക്കിബി ഉണ്ട്. മളിക്കറ്. അവിടെ എനിക്ക് സ്പൈഡർമാന്റെ പവറിലോണ്ട് പ്രശ്നമില്ല. ഇപ്പൊ നേരെ ഈ ചിക്കിബീനെ പിടിക്കാം. ഹേയ് ചിക്കിബി, നീയാണ് എന്റെ രണ്ടാമത്തെ വെറൈറ്റി പാല്. ഇത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഈ ചിക്കിപ്പി കറ്റേവി അല്ല, ഇതിലും പവർ കൂടിയതാ. സോ ചിക്കിപ്പിക്ക് നല്ല പവർ ആണ്, പക്ഷെ ഇവനെ പിടിക്കാൻ ഈസിയാ. ഓൾറൈറ്റ്. രണ്ടാമത്തെ പാലാണ് നീ. 100% ഇത് ക്യാച്ച് റേറ്റ്. ഓൾറൈറ്റ്, രണ്ടാമതിനെയും കിട്ടി. അങ്ങനെ ഞാൻ 2 പാൽസിനെ പിടിച്ചു. ഇപ്പൊ 2 പാൽസ്. ഇനി അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ ഡേഞ്ചർ പാൽസ്. എനിക്ക് ഇനി വേണ്ടത് വെറും 3 ഡിഫറെന്റ് പാൽസിനെയും കൂടിയാ. ഇവിടെ ചിക്കിപ്പി ലംബാല്. ലംബാലിനെ വേണ്ട. ഈ ലംബാലിനെ വേണ്ട. ഈ കറ്റേവിനെ പിടിച്ചു. കറ്റേവിനെ ചിക്കിപ്പിനെ പിടിച്ചേ, ലംബാലിനെ പിടിച്ചിട്ടില്ല. കമോൺ, നമ്മുടെ 3ാമത്തെ വെറൈറ്റി പാൽ. നിന്നെ അറ്റാക്ക് ചെയ്യാൻ പോവാ. പക്ഷെ ഇവന്റെ കൂട്ടുകാരൻ ഇവിടെയുണ്ട്. സോ ഒന്നിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ തിരിച്ചു വന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. എന്റെ ഇറക്കാം. ഇത് കുറച്ച് പാടായിരിക്കും എനിക്ക്. കറ്റേവ പോയിട്ട് അറ്റാക്ക്. ഇവര് ടീം വർക്ക് ഇല്ല കേട്ടോ. ഞാൻ ഇവനെ അറ്റാക്ക് ചെയ്തിട്ട് അവനൊന്നും ചെയ്യുന്നില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഇവനെ അറ്റാക്ക് കറ്റേവ അറ്റാക്ക് ചെയ്ത് നോക്കാം. കറ്റേവ അറ്റാക്ക്. ഓൾറൈറ്റ്. മതി. ഞാൻ അറ്റാക്ക് ഇതില്ല. ഓക്കെ, 42% ചാൻസ്. ഇപ്പൊ കിട്ടാൻ ചാൻസ് ഇല്ല. 75. ഓൾറൈറ്റ്. എന്നെ അറ്റാക്ക് ചെയ്യല്ലേ. ജസ്റ്റ് എന്നെ പിടിച്ചേനെ. പക്ഷെ എനിക്ക് 81, 92 കിട്ടും. 90. ഓൾറൈറ്റ്, 100%. എനിക്കപ്പോ ടോട്ടൽ 3 ഡിഫറെന്റ് പാൽസിനെ കിട്ടി. കറ്റേവ തിരിച്ചോ. ഓൾറൈറ്റ്, കറ്റേവനെ തിരിച്ചു വിളിച്ചു. ഇനി എനിക്ക് വേണ്ടത് 2 ഡിഫറെന്റ് പാൽസിനെയും കൂടി. അത് ഭയങ്കര പവർഫുൾ എന്നെ പിടിക്കാൻ പോകുന്നേ. ഇവിടെ താഴെ ഏതെങ്കിലും ഉണ്ടോ നോക്കട്ടെ. താഴെ ഇവിടെ ഒന്നിനെയും കാണുന്നില്ല. ബട്ട് നൈറ്റ് ആയി കഴിഞ്ഞാൽ ചില പവർഫുൾ പാൽസ് മാത്രമേ ഇതിലേക്ക് ഇറങ്ങി നടക്കൂ. ഓക്കെ, ഞാൻ എന്തായാലും അടുത്ത 2 വെറൈറ്റി ഒരെണ്ണത്തെ തപ്പി നോക്കട്ടെ. ഇപ്പൊ ഒരു സാധനം കല്ലിന്റെ ഇടയ്ക്ക് ഇട്ടുപോയി. ഇവൻ തന്നെ. ഇവനെ പിടിക്കും. ഇവന്റെ പേരെന്താ? ഗുമ്മോസ്. ഹേയ് ഗുമ്മോസ്, നിക്കടാ. നിക്ക്. ഇവനെന്തോ ഓടിപ്പോന്നേ. നിക്ക്. ഡേയ് നിക്കടേ. എനിക്ക് ഇവനെ പിടിക്കണം. എന്റെ 4ാമത്തെ വെറൈറ്റി പാല്. ബ്രോ ഗുമ്മോസ് ഒന്ന് നിക്കോ പ്ലീസ്. ഇവരെന്തോ ഓടുന്നേ. അറ്റാക്ക്. ഓൾറൈറ്റ്, കിട്ടി. ഒരെണ്ണം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അടുത്തൊന്നും പോവില്ല. ഓൾറൈറ്റ്, ടൈം. എന്തു പവറാണ് ഇവന്. ഞാൻ വിചാരിച്ചപ്പോ സിമ്പിൾ സാധനാന്ന്. അവനൊരു കല്ലെടുത്ത് എറിയുന്നേ. കറ്റേവ അറ്റാക്ക്. ബ്രോ ജസ്റ്റ് മിസ്. കറ്റേവ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ആര് ജയിക്കുമെന്തോ. ആ കല്ലൊന്ന് കറ്റേവന്റെ ദേഹത്ത് വീണാൽ കറ്റേവ ചാവുന്ന തോന്നുന്നത്. ചാവല്. കറ്റേവ രക്ഷോടും. കറ്റേവനെ തിരിച്ചു വിളിക്കും. ഓക്കെ. ഇവിടെ അവർക്ക് മനസ്സിലാവില്ല. കൺഫ്യൂസ് ചെയ്യാം. ഓൾറൈറ്റ്, കറ്റേവ ഒന്നുകൂടെ. എന്നെ ഇവൻ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. കറ്റേവിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അറ്റ് എ ടൈം. ഭയങ്കര പവർഫുൾ തന്നെ. എനിക്ക് വേണം. ആ നാക്ക് വെച്ചിട്ട് എന്തൊക്കെയോ കാണിക്കുന്ന കണ്ടാ. ഈ കറ്റേവ് എന്താ അവിടെ ചെയ്യുന്നേ? നമുക്ക് അടുത്തൊരു വാലിനെ ഇറക്കി നോക്കാം. വേണ്ട, ഇവനെ ഇറക്കാം. ഡേ ഡ്രീമിനെ. ഞാൻ ഒരെണ്ണം കൊടുത്താലോ? ഓക്കെ. ഞാനിനി ബോളറിന് നോക്കട്ടെ. ഡേ ഡ്രീമിനെ ഇറക്കിയത് ഞാൻ മറന്നുപോയി. അവനൊരു സാധനം ഇട്ടായിരുന്നു, പക്ഷെ ഇനി കിട്ടുന്ന തോന്നുന്നു. 81. പെർഫെക്റ്റ്. 100%. എനിക്ക് അങ്ങനെ ടോട്ടൽ 4 പാൽസിന് ഇപ്പൊ കിട്ടി. ഡേ ഡ്രീം തിരിച്ചോ. ഇനി എനിക്ക് വേണ്ടത് ഒറ്റൊന്ന്. ഇന്ന് ഞാൻ പറഞ്ഞ ഗോള് കംപ്ലീറ്റ് ചെയ്യാം. ഒറ്റൊരു പാലിനെയും കൂടി മതി. ആൻഡ് അത് കണ്ട മാമറസ്റ്റ്. ബ്രോ, ഇവിടെ ഒരു കിടിലം മാമറസ്റ്റ് ഉണ്ട്. മാമറസ്റ്റ് എന്ന് പറയുന്നത് കിങ് ഓഫ് ദി ഫോറസ്റ്റ്. ഇവനെ പിടിക്കാം. മാമറസ്റ്റിനെ അറ്റാക്ക് ചെയ്യാൻ പോ. ഇത് ആരെ വിട്ടേക്കുന്ന? ഡേ ഡ്രീമിനെ വിട്ടേക്കുന്ന. മാമറസ്റ്റിനെ അറ്റാക്ക് ചെയ്യ്. ഡേ ഡ്രീമേ അറ്റാക്ക്. ഇവനെന്താ അടുത്ത് വെച്ചിരിക്കുന്നത്? അറ്റാക്ക്. കമോൺ. ഇവൻ അറ്റാക്ക് ചെയ്യാൻ പേടിയാന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ബ്രോ, ഡേ ഡ്രീം ചത്തു. തിരിച്ചാ. ബ്രോ, അവനെ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. അയ്യോ, ഇവന് ഇത്ര പവർ ഉണ്ടായിരുന്ന? ആ മാമറസ്റ്റിന് വേറെ ലെവല് പവർ. ഇവന്റെ എന്നെ വെറുതെ വിട്. ഓക്കെ, നമുക്കൊരു പാലിനെ അവിടെ ഇറക്കി കൊടുക്കാം. അവിടെ എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ. നമുക്ക് എന്തായാലും ഓടെ ഇവിടുന്നോടെ. കാരണം ഒറ്റൊരു ഇത് കൊണ്ടുകഴിഞ്ഞാൽ ഞാൻ ചാവും. ഓക്കെ. മാമറസ്റ്റ് നമ്മൾ വെറുതെ വിട്ടു. തിരിച്ചാ. ഹുക്രൈറ്റ്സ് ഞാൻ തിരിച്ചു വിളിച്ചു. എനിക്കിനി വേണ്ട വേറൊരു വെറൈറ്റിയാ. കാരണം മാമറസ്റ്റിനെ നെക്സ്റ്റ് വീഡിയോയിൽ പിടിക്കലാണ് നടക്കും. കാരണം കുറച്ചുകൂടെ പവർഫുൾ ആണ്. എന്തായാലും വേറൊരു പാലിനെ ഞാൻ ഇവിടെ തപ്പി നോക്കട്ടെ. ഫൈനൽ 5th പാൽ. പക്ഷെ നല്ല സ്ട്രോങ് ഒരെണ്ണത്തിൽ തന്നെ പിടിക്കണം. ഇത് ഇവിടെ വേറൊരെണ്ണം. പക്ഷെ ഇവര് 2 പേരുണ്ടല്ലോ. കുഴപ്പമില്ല. എന്നെ കൊണ്ട് പറ്റും അറ്റാക്ക് ചെയ്യാൻ. നമ്മളുടെ ഹുക്രൈറ്റ്സ് ഇപ്പോഴും ഓക്കെയാണ്. ഹുക്രൈറ്റ്സിനോടാ. ഹുക്രൈറ്റ്സ് അറ്റാക്ക്. ഇവന്റെ പേരെന്താണ്? എക്ലിപ്റ്റഡ് ഡിയർ. ഒരു ഡിയർ ആണ്. ഇവനെ കിട്ടും. ഹുക്രൈറ്റ്സിനെ കൊണ്ട് പറ്റും. ഹുക്രൈറ്റ്സിനെ തട്ടിക്കളഞ്ഞവൻ. ഹുക്രൈറ്റ്സിനെ കൊണ്ട് പറ്റും. ഹുക്രൈറ്റ്സിന് വേറെ ലെവല് പവർ ഉണ്ട്. സോ പ്രശ്നമില്ല. ഹുക്രൈറ്റ്സ് ഉറക്കട. അവനെ ഉറക്ക്.
അടിച്ചുറക്ക്. വെയിറ്റ്, ഓക്കെ, ഓൾറൈറ്റ്. പവർ ലൈഫ് ഭയങ്കരമായിട്ട് കുറവാ. ഓക്കെ, ഞാനും പോയിട്ട് അറ്റാക്ക് ചെയ്യാം. എന്റെ വെപ്പൺ വെച്ച് അറ്റാക്ക് ചെയ്യാം. ചാവ്. എടാ ഇവന് നല്ല പവറാ. എടാ എന്നെ ഇടിക്കല്ലേ, മരത്തിന്റെ വെളി കയറി. എടാ എന്നെ ഇടിച്ച് മരത്തിന്റെ വെളി കയറ്റി. എന്നിട്ട് എന്നെ എന്തോ വെച്ച് അറ്റാക്കും ചെയ്യുന്നു. എനിക്ക് ഇത്ര ഹൈറ്റിലൊക്കെ മരത്തിൽ കയറാൻ പറ്റുമോ? ഓക്കെ. എവിടെ ആ സാധനം എവിടെ? ഡിയർ എവിടെ? വെയിറ്റ്, ഇവന് ഇൻവിസിബിൾ ആവുന്ന ശക്തി മറ്റുണ്ടോ? വെയിറ്റ്, നമ്മളുടെ ഇവൻ ചത്തു. നമ്മളുടെ ജീവി ചത്തു. താർന്ന്. ഞാൻ മുകളിലോട്ട് തന്നെ കയറിക്കൊണ്ട് നിൽക്കുന്നത്. ഓക്കെ, കുഴപ്പമില്ല, മുകളിൽ നിന്ന് സേഫാ. അടുത്തേനെ ഇറക്കാം നമ്മുടെ പവർഫുൾ ഫയർഫോക്സിനെ. ഇവനെ എന്തായാലും അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഫയർഫോക്സ് കൊടുക്കട, അറ്റാക്ക് കൊടുക്ക്. ഫയർഫോക്സ് ഓടിപ്പോയിട്ട് കൊടുക്ക്. ഫയർഫോക്സ് പോയിട്ടുണ്ട്. ഫയർഫോക്സിന്റെ അറ്റാക്ക് ഞാൻ കാണിച്ചിട്ട് അവൻ സീൻ. ഓൾറൈറ്റ്. ഫയർഫോക്സ് ഇട്ടുന്ന തോന്നേ. പറ്റും. കമോൺ. ഓക്കെ, ഇവനെ കിട്ടും. 28% കിട്ടി. 49 ഇവന് കിട്ടും. ഇവനെന്തായാലും ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഫയർഫോക്സ് കൊല്ലും. അതുകൊണ്ട് ഇറങ്ങാണ്ടിരിക്കുന്നതാണ് ഇവന് നല്ലത്. 28. എടീ ബ്രോയ്, എടാ ഇത് മറ്റവനുള്ളോണ്ടാന്ന് തോന്നുന്നു ഇവന് ഇത്ര ധൈര്യത്തില് അറ്റാക്ക് ചെയ്യുന്നേ. എനിക്കെന്ത് കിട്ടാത്തേ? ഇവനെ കൊല്ല. ഓൾറൈറ്റ്. ഇവനെ കൊല്ലണം. ഇവനെ ഞാൻ തന്നെ കൊല്ലും. ഓക്കെ, അവന്റെ ആ ഒരു ബോൾ എറിഞ്ഞു. അവന് കിട്ടി. യെസ്, ആ ബാലിനെ കിട്ടി. എനിക്ക് ആ ബാലിനെ കിട്ടി. യെസ്, 5 പുതിയ വലുതാ ന്യൂബി പാൽ ടൈമറിനെ കിട്ടി. ഞാൻ കാണിച്ചുതരാം. റെസ്പോണ്ട് ചെയ്ത് കാണിച്ചുതരാം. ടോട്ടൽ 5 ഡിഫറെന്റ് പാൽസ്. ആ ഫൈനൽ തന്നെ പിടിച്ച ഭയങ്കര അടിപൊളിയായിട്ടാ. ഞാൻ കാണിച്ചുതരാം കിട്ടിയതിനെ. അത് പാൽടോക്സിൽ ഉണ്ടാവും. ഇതാ കാണുന്ന അവിടെ ആ ടേബിളില്ലേ അതിൻ്റെ അകത്ത് ഉണ്ടാവും. കാരണം എല്ലാ പാൽസിനും എനിക്ക് കൊണ്ടുപോകാൻ പറ്റൂല ഒറ്റട്ടെ. അപ്പൊ ഈ പാൽടോക്സിലാണ് ആ പാൽസ് വന്ന് നിൽക്കുക. എടാ ഈ ഗെയിമിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പാൽസിനെ പിടിക്കണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കമന്റ് ചെയ്യും. ഫേവറേറ്റ് പാൽസ് നമ്മൾ അങ്ങനെ ഇതിനെ പിടിച്ചു. ഇതിനൊക്കെ മാറ്റിയിട്ട് ഞാൻ ഈ പാലിനെ കാണിച്ചു തരാം. പുതിയതായിട്ട് കിട്ടിയ ഈ പാലിനെ ഓൾറൈറ്റ്, പുതിയ പാൽസ്. ഫസ്റ്റ് ഓഫ് ഓൾ ഫൈനലി ഇവനെ പിടിക്കാനാ കുറച്ച് പാടുപെട്ടതെന്ന്. പക്ഷെ ഇവന് കിട്ടി. ഇവന്റെ പേര് കിട്ടി എക്കിത്തി ഡിയർ. അങ്ങനെ ഡിയറിനെ കിട്ടി. വിഷയം. ഓക്കെ, നാളെ എന്തായാലും മാമറസിനെ പിടിക്കാൻ നോക്കാം. എന്തായാലും മാമറസിനെ പിടിക്കുന്ന വീഡിയോ ആണെങ്കിൽ കമന്റ്. സോ ഇന്നത്തെ ഇത്രയുള്ളൂ. ബൈ.